ഹോർമുസ് കടലിടുക്കിൽ 4 ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായി UK മാരിടൈം ഏജൻസി. വടക്കൻ ഒമാൻ തീരത്തിന് 11 നോട്ടിക്കൽ മൈൽ അകലെ സ്ഫോടനത്തിൽ കാർഗോ കപ്പലിന് തീപിടിച്ചു. ഇതേ തുടർന്ന് കപ്പലിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. ഒമാൻ തീരത്ത് മറ്റൊരു കാർഗോ കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. ദുബായ് തീരത്തിന് 50 നോട്ടിക്കൽ മൈൽ അകലെയും കപ്പൽ അപകടത്തിൽപ്പെട്ടെന്ന് ഏജൻസി അറിയിച്ചു. കാര്യമായ നാശനഷ്ടമില്ലെന്നാണ് റിപ്പോർട്ട്. റാസൽ ഖൈമ തീരത്തിന് 25 നോട്ടിക്കൽ മൈൽ അകലെ മറ്റൊരു കപ്പലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മാത്രം 4 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. തുടർച്ചയായ 12ാം ദിനവും പശ്ചിമേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നു. ഇറാന്റെ ആകാശത്തും കടലിലും ആക്രമണം കടുപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ പുതിയ ആക്രമണ പരമ്പരയാണ് ഇസ്രായേൽ നടത്തിയത്. പലയിടത്തും സ്ഫോടനങ്ങൾ ഉണ്ടായി. അതേസമയം ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ ആക്രമണ ശ്രമങ്ങൾ UAE ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. 8 ഡ്രോണുകൾ തകർത്തതായി കുവൈറ്റ് അറിയിച്ചു. സൗദിയുടെ അൽ ഷൈബ എണ്ണപ്പാടം, പ്രിൻസ് സുൽത്താൻ എയർബേസ് എന്നിവയ്ക്ക് നേരെ നിരന്തരമായി ആക്രമണം തുടരുകയാണ്. ഇതിനിടെ സൗദിയുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സംസാരിച്ചു. അതേസമയം ഇസ്രായേൽ അമേരിക്ക ആക്രമണങ്ങൾക്ക് മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ തിരിച്ചടിച്ചു. സെൻട്രൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പായുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ബഹ്റൈനിലും ഇറാഖി കുർദിസ്ഥാനിലുമുള്ള US സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ വിപ്ലവസേന ആക്രമണം നടത്തിയെന്ന് ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. തങ്ങളുടെ പടക്കപ്പൽ മുക്കിയത് ക്ഷമിക്കില്ലെന്നും രക്ഷാപ്രവർത്തനം വരെ തടഞ്ഞ അമേരിക്ക കാണിച്ചത് നാസികളെക്കാൾ മോശം സമീപനമാണെന്നും ഇറാൻ പറയുന്നു. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണം നേരിടാൻ യുക്രൈൻ സേന എത്തുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ ഇറാനിയൻ നിർമ്മിത ഡ്രോണുകളെ വിജയകരമായി നേരിട്ട് പരിചയസമ്പത്തുള്ള സൈനിക ഉദ്യോഗസ്ഥരെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. മേഖലയിലെ തന്ത്രപ്രധാനമായ എണ്ണ കമ്പനികൾക്കും കപ്പൽ പാതകൾക്കും നേരെ ഇറാൻ നിരന്തരം ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് യുക്രൈൻ സഹായം തേടിയിരിക്കുന്നത്. യുക്രൈനിലെ യുദ്ധഭൂമിയിൽ ഇറാനിയൻ ഡ്രോണുകളെ എങ്ങനെ വെടിവെച്ചിടാമെന്നതിലും അവയുടെ സാങ്കേതിക വിദ്യ തകർക്കുന്നതിലും യുക്രൈൻ സൈന്യം വലിയ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. ഈ അനുഭവ പരിചയം ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി. അതേസമയം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപം 2 ഡ്രോണുകളുടെ അവശിഷ്ടം വീണതായി അധികൃതർ സ്ഥിരീകരിച്ചു. ബുധനാഴ്ച രാവിലെയാണ് സംഭവം നടന്നതെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. ഡ്രോൺ അവശിഷ്ടം വീണ് ആകെ 4 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യക്കാരൻ, 2 കാന സ്വദേശികൾ, 1 ബംഗ്ലാദേശ് സ്വദേശി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഡ്രോണുകൾ പതിച്ചെങ്കിലും ദുബായ് വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല. വിമാനങ്ങൾ നിശ്ചയിച്ച പ്രകാരം സാധാരണ നിലയിൽ സർവീസ് നടത്തുന്നുണ്ടെന്ന് മീഡിയ ഓഫീസ് അറിയിച്ചു. യാത്രക്കാർ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം ഷെല്ലാക്രമണത്തിൽ ഇറാനിലെ ഇസ്ഫഹാനിലുള്ള റഷ്യൻ കോൺസുലേറ്റിന് കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഗാരോവ അറിയിച്ചു. നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.